ഇരിക്കുന്ന എല്ലാവരും ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാവും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വരുന്ന തലമുറയെ ഏറ്റവും നല്ല രീതിയിലാക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പോ അവരുടെ ആ വാക്കുകൾ കേൾക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനൊരു സന്മനസ് കാണിച്ച് വന്നിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോ സ്വാമിയാർമഠത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ എല്ലാ വർഷവും നടത്തി വരുന്ന പോലെ ഈ വർഷവും രാമായണ മാസം ആചരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 3 വർഷങ്ങളിൽ അവർ ഓരോരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ പ്രഭാഷണമായിട്ടും പിന്നെ കഥ പറയലായിട്ടൊക്കെയാണ് നടത്തിയത്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസം 29-ാം തീയതി, മെയ് 29-ാം തീയതി ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. എങ്ങനെയാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ, എങ്ങനെ രാമായണ മാസമൊക്കെ എങ്ങനെയാ വേണ്ടതെന്ന്. അപ്പോ ഗുരുനാഥനായ വിഷ്ണുനാഥൻ പുരി സാറ് പറഞ്ഞു, ഇപ്രാവശ്യം കുട്ടികളെ കൊണ്ട് രാമായണം, എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ടൊന്ന് പാരായണം ചെയ്യിക്കാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയം ഉണ്ടായിരുന്നു, എന്താവും. പക്ഷെ സാറ് പറഞ്ഞിട്ടൊരു കാര്യത്തിൽ പുറപ്പെട്ടിട്ട് ഇതുവരെ ഒരു പരാജയം ഉണ്ടായിട്ടില്ല. കാരണം ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും കൂടെ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ ശരിയെന്ന് തന്നെ സാറിനോട് പറഞ്ഞു. അന്ന് തന്നെ മഠത്തിൽ നിന്ന് ഗുരുവായൂർ പ്രസിദ്ധീകരണത്തിൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, സത്യം പറയാമല്ലോ. ഞാൻ വാത്മീകി രാമായണമാണ് കൂടുതൽ എല്ലായ്പ്പോഴും വായിക്കാറും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ സാറിനോട് കാണിച്ച് ഈ പുസ്തകം പോരെ വെച്ച് സാറ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിൽ വന്നു. അന്ന് തന്നെ കുട്ടികൾക്കൊരു മെസ്സേജ് ഇട്ടു, ഇങ്ങനൊരു പരിപാടി ഉണ്ട്, താല്പര്യമുള്ളവരോട് പേര് തരാൻ പറഞ്ഞു. അപ്പോഴേക്കും 10, 60, 70 കുട്ടികൾ പേര് തന്നു. ഇപ്പോ 95 കുട്ടികൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ചിലര് ഏകശ്ലോക രാമായണം ചൊല്ലുന്നു, ചിലര് രാമസന്ധ്യാനാമം ചൊല്ലുന്നു, കുറെ പേര് പാരായണം ചെയ്യുന്നു. അവരുടെ ഓരോ ക്ലാസ്സും അവരുടെ കഴിവനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ അതിന് സാറിന്റെ ഒരു അനുഗ്രഹമാണ് ഇത്രയും ഇത് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചത്. അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്, ഒന്നും പറയാനില്ല. അപ്പോൾ ആ സാറ് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണമെന്ന് സാറിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനായിട്ട് സാറിനെ ക്ഷണിക്കുന്നു. സാറേ മ്യൂട്ടാണേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീരാം സ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും കരവലയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്നത്തെ രാമായണ സഭയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. വാസ്തവത്തിൽ ഏറ്റവും അധികം ആനന്ദമുള്ള ഒരു സുദിനമാണ്. കർക്കിടക മാസം 1-ാം തീയതി രാമായണം വായിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഓർമ്മയായപ്പോൾ മുതൽ, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ മുതൽ ഞാൻ ശീലിച്ചത് അധ്യാത്മരാമായണമാണ്. ഏതാണ്ട് 25 വർഷത്തോളം ഞാൻ മുടങ്ങാതെ അധ്യാത്മരാമായണമാണ്. ഇന്നത്തെ പല വരികളും എനിക്കിപ്പോൾ ഹൃദിസ്ഥമാണ്. പുസ്തകം ചുമ്മാ പേരിന് വെച്ചാൽ മതി, ഇത് വായിക്കാം. ഇതെനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ശീലമാണ്. വാൽമീകി രാമായണമൊക്കെ ഞാൻ അടുത്ത കാലത്താണ് വായിക്കാൻ പഠിച്ചത്. അതിനൊക്കെ മുമ്പ് എൻ്റെ ശീലം ഇതാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അച്ഛനമ്മമാരും അവിടെ കുറെ ഗുരുക്കന്മാരും മുഴുവൻ അവരൊക്കെ അവരുടെ കൂടി ഇരുന്ന് കേട്ട് ഇരുന്ന് വായിച്ച് അങ്ങനെ അത് വായിക്കാൻ പഠിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്ത് നല്ല ഭാഷ പ്രയോഗിക്കാൻ എന്നെ ശീലിപ്പിച്ചത് ഈ രാമായണമാണ്. മലയാള ഭാഷ എങ്ങനെ സജ്ജമാക്കി അത് പെരുമാറാൻ പറ്റും, ഓരോ സമയത്ത് ആപ്റ്റായ വാക്ക് എനിക്ക് കിട്ടുന്നത് ഈ രാമായണത്തിൽ നിന്നാണ്. ആ ഒരു വലിയ സംസ്കാരം ഈ രാമായണം നമുക്ക് വളർത്തിയുണ്ടാക്കിയത്. അതാണ് പാരായണത്തിന്റെ വലിയ മഹത്വം. അതാണ് ഒരു 10-20 പ്രാവശ്യം ഈ രാമായണം വീണ്ടും വായിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ വരികൾ ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ ഭാഷ സ്വാധീനമാണ്. അറിയാതെ നല്ല ഭാഷ കൈവരും. ഒരു ദുഷ്ടവാക്കുകളും ദുഷ്ടപദങ്ങളും പ്രയോഗിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം നമ്മുടെ വരില്ല. ഇത് കൊച്ചു കുട്ടികൾ മുതൽ ശീലിച്ചു വരേണ്ടതാണെന്ന് എനിക്ക് അടുത്ത കാലത്താണ് ശരിക്കും ബോധ്യമായത്. അതുകൊണ്ടാണ് അന്നത്തെ മീറ്റിംഗ് വെച്ച്
ഈ രാമായണം വായിക്കാൻ പഠിക്കട്ടെ എന്ന് പറയാൻ എൻ്റെ അനുഭവം കൂടി വെച്ചുകൊണ്ടാണ്. ഈ കുട്ടികളുടെ പല വാക്കുകളും പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോഴും ഭാഷയുടേതായ ഒരു പോരായ്മ പലപ്പോഴും തോന്നിയിരുന്നു. അത് പരിഹരിക്കാൻ ഒറ്റ വഴി രാമായണം വായിച്ചു പഠിക്കുക, നിരന്തരമായിട്ടും വായിക്കുക, ഒരു പ്രാവശ്യം പല പ്രാവശ്യം വായിച്ചു പഠിക്കുക. അങ്ങനെ വായിച്ചു പഠിച്ചാൽ നല്ല ഭാഷയുടെ സ്വാധീനം. മലയാള ഭാഷയുടെ പിതൃസ്ഥാനം വഹിക്കുന്ന എഴുത്തച്ഛനാണ് ഇത്. പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ സംസ്കൃത പദങ്ങളുണ്ട്, സംസ്കൃത വരികളുണ്ട്. 3-4 വരികൾ സംസ്കൃതം മാത്രമാണ്. അങ്ങനെ കോർത്തിണക്കി നമുക്ക് തന്ന ഭാഷയും സംസ്കൃതവും കൂടി കോർത്തിണക്കിയ നല്ല ഭാഷാശൈലി. അതിൽ കൂടി രാമകഥ കരളലിയിക്കുന്നത് പോലെ. ഒരു പക്ഷെങ്കില് അധ്യാത്മരാമായണത്തില് എഴുത്തച്ഛൻ തന്നെ പറയും, വാൽമീകി രാമായണം എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ലവകുശന്മാരെ പഠിപ്പിച്ചു വായിക്കാൻ. പഠിപ്പിച്ചിട്ട് അവരുടെ കയ്യില് ഒരു ചെറിയ കൈമണിയും കൊടുത്തിട്ട് പറഞ്ഞു വെച്ചു, അയോധ്യയുടെ തിരുവീഥികളിലൊക്കെ ഈ കഥ പാടി പാടി നടക്കുമെന്ന്. ഇതൊരു വലിയ അനുഭവത്തിന്റെ സങ്കേതമാണ്. അവിടുന്നാണ് നമുക്ക് ഈ രാമായണം വായനയുടെ തുടക്കം. ലവകുശന്മാരാണ് നമ്മെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ അമ്മയുടെയും തങ്ങളുടെയും മുത്തച്ഛൻ്റെ ഒക്കെ കഥയാണ്. ഈ കഥ ഓരോ മുക്കിനും നിന്ന് പാടൂ, പ്രസിദ്ധയാക്കൂ യഥാ എന്ന് എഴുത്തച്ഛൻ തന്നെ പറയും. ഈ കഥ പ്രസിദ്ധീകരിക്കൂ. എന്തിനാണ് അയോധ്യയിൽ പറഞ്ഞത്? അയോധ്യ നിവാസികളുടെ ഉള്ളിൽ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചുള്ള ദുശ്ചിന്തകൾ മാറ്റിയെടുക്കണം. ധാരാളം അപവാദങ്ങൾ രാമനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ ഈ രാമായണ കഥ കൊണ്ടേ പറ്റുള്ളൂ. കരളിലിരിക്കുന്ന ഈ കഥ ഓരോ മുക്കിൽ നിന്ന് പാടുമ്പോൾ എല്ലാവരും രാമന്റെ ആരാധകരാകും, സീതയുടെ ആരാധകരാകും. ഒരിക്കലും വിമർശനാത്മകമായ ബുദ്ധി അവരിൽ ഉണ്ടാവില്ല. അത് അന്ന് വാൽമീകി ഈ കുട്ടികളെ പഠിപ്പിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചതാണ്. കൊച്ചുകുട്ടികളവര്. വാൽമീകിക്ക് മന്ത്രമൊക്കെ ധാരാളം, അതൊക്കെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയും നിങ്ങൾ ഇപ്പൊ ഈ രാമായണം കഥ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അയോധ്യയിലെ തിരുവീഥികൾ മുഴുവൻ നടന്ന് പാടിയാണ് രാമന്റെ അശ്വമേധയാഗത്തിന് മുമ്പിലേക്ക് വരെ എത്തുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സാറേ വീണ്ടും മ്യൂട്ടായിട്ടുണ്ടേ. കരളിലിരിക്കുന്ന ഈ രാമായണം കഥ പാടി നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടുകളിലും നാടുകളിലും ഒക്കെ നടക്കട്ടെ. നടക്കുന്നുമുണ്ട്. എല്ലാവരുടെയും തെറ്റിദ്ധാരണകൾ മാറ്റാൻ പറ്റും. ഇതങ്ങനെയാണ് ജനങ്ങൾ മുഴുവനും. അതിനൊറ്റ പരിഹാരം രാമകഥ മാത്രമേ ഉള്ളൂ. വാൽമീകി അന്നേ പറഞ്ഞാണല്ലോ. എഴുത്തച്ഛനും ആ വഴിയാണ് സ്വീകരിച്ചത്. കാരണം എഴുത്തച്ഛൻ ജനിക്കുന്ന ഈ 16-ാം നൂറ്റാണ്ട് കേരളത്തിലെ സാംസ്കാരികമായ അനീതിയുടെ ഏറ്റവും വലിയ വിളനിലമായിരുന്നു കേരളം. എല്ലാ തരത്തിലും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും ഒരു അധപ്പതനത്തിന് മട്ടിലാണ്. ഭക്തി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആർക്കും ആവശ്യമില്ല. അതൊക്കെ കളഞ്ഞിട്ട് അനീതിയും അക്രമവും മാത്രം കൈമുതലായിട്ട്, സ്വേച്ഛാധിപത്യത്തിന് മുതലായിട്ട്, സ്ത്രീ വിഷയങ്ങളായിട്ട് മാത്രമാണ് സുഖം, അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചെന്ന കുറെ കവികൾ, കുറെ കാവ്യങ്ങൾ പടച്ചുണ്ടാക്കിയ കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ഇവിടെ വരുന്നത്. അപ്പൊ എഴുത്തച്ഛൻ തന്നെ നിശ്ചയിച്ചു, ഞാൻ സ്വന്തമായിട്ടൊരു കാവ്യം എഴുതുന്നില്ല, രാമായണവും മഹാഭാരതവും ഭാഗവതവും തർജ്ജമ ചെയ്ത് ഇവിടെ എത്തിക്കണം, ഇത് പാടണം. നല്ലൊരു സബരിയാണ് അദ്ദേഹം ചെയ്തത്. സ്വന്തമായിട്ട് ആകെപ്പാടെ ഉള്ളത് ഈ ഹരിനാമകീർത്തനം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എഴുത്തച്ഛൻ തർജ്ജമയാണ് ചെയ്തത്. സംസ്കൃത ഭാഷയിൽ മൂലം പരിഭാഷപ്പെടുത്തി കിളിയെ കൊണ്ട് പറയിച്ച് ഇന്നത്തെ സാഹചര്യത്തെ വേണ്ട മട്ടിലെ ഈ കഥ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിച്ച് ജനങ്ങളിലെ ദുർവിചാരങ്ങളെ മാറ്റിയിട്ട് സത്യസങ്കല്പത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ ഈ കഥ പാടുകയേ പറ്റുള്ളൂ. അങ്ങനെയാണ് രാമായണ കഥ പാടാനുള്ള ഒരു വലിയ പ്രചോദനം ഉണ്ടാക്കി തന്നത്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളും ലവകുശന്മാരെ പോലെ തന്നെ ഈ നാടുകളിലൊക്കെ രാമകഥ പ്രചരിപ്പിക്കാൻ പര്യാപ്തരാണ്, നല്ല കഴിവുള്ളവരാണ്. അതിന് പറ്റിയ ഗുരുനാഥന്മാർ. എന്താണ് ഞാനിത് പറയുമ്പം തന്നെ, ഞാനിത് വായിച്ചിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും പരമേശ്വരൻ സാറ് അതിനുവേണ്ടി അപ്പം തന്നെ തയ്യാറാവുകയാണ്. ആ ഒരു വലിയ മനോഭാവമാണ് ഈ കുട്ടികളിൽ നല്ല മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റുക. അങ്ങനെ ഒരു ഉത്തമനായ ഗുരുവിൽ നിന്ന് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കിട്ടി കുട്ടികളെ അതിലേക്ക് പ്രാപ്തരാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നൂറുകണക്കിന് കുട്ടികൾ ഇപ്പോഴും തയ്യാറായിട്ട് ഞങ്ങളിത് വായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നിരന്തരമായും രാമകഥ പാരായണം ചെയ്ത് പാടി പാടി അവരുടെ ഉള്ളിലെ കാരുണ്യത്തിന്റെ ഒരു അലിവ് ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ, ഈ കഥ കേൾക്കുമ്പോൾ ആ കാരുണ്യത്തിന്റെ അലിവ് ഈ നാട്ടിലും വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ കുട്ടികൾ വിചാരിച്ചാൽ പറ്റും. അങ്ങനെ അവർക്ക് അതിനുള്ള കരുത്ത് ഈ രാമകഥ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ
ഈ രാമായണ സദ്യക്കും ഈ കുട്ടികളിലെ നല്ല ഭാഷയും നല്ല കരുത്തും നല്ല വിശ്വാസവും നല്ല ബലവുമുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുത്ത് രാമകഥ പാടി പ്രചരിപ്പിക്കട്ടെ ഈ കേരളമെമ്പാടും. അതിന് ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കുട്ടികൾക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അധ്യാപകർക്കും എല്ലാം അതിനുള്ള ഒരു സന്മനസ്സും ഒരു ബുദ്ധിയും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ രാമായണ പാരായണ മഹോത്സവം ഇവിടെ ശ്രീരാമസന്നിധിയിൽ ഞാൻ ഈ കുട്ടികളെ തുടർന്ന് കാണിച്ചുകൊണ്ട് തുടങ്ങട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം സാറേ. എപ്പോഴും സാറിന് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് തിരക്കുകളാണ്. എന്നാലും എന്നും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഈ നേരമാകുമ്പോൾ ഓർത്ത് കുട്ടികൾക്ക് അനുഗ്രഹം ഉണ്ടാവണം എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ബാലകാണ്ഡത്തിലെ ഇഷ്ടദേവതാ വന്ദനം, രാമായണ മാഹാത്മ്യം, ഉമാമഹേശ്വര സംവാദം, ഈ 3 ഭാഗങ്ങളാണ്. ദിൽസ നമ്പ്യാർ നമ്മുടെ ഒരു സീനിയർ സ്റ്റുഡന്റ് ആണ്. അവരുടെ അമ്മയുടെ ജോലി പ്രമാണിച്ച് അവർക്ക് കോട്ടയത്ത് നിന്ന് ഇപ്പോ കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആയി. അവരുടെ സ്വന്തം സ്ഥലം അവിടെ തന്നെയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മുടെ മഠത്തില് കുഞ്ഞ് വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ഓൺലൈനിൽ എന്നും കയറി ആ കുഞ്ഞ് പഠിച്ചു. ഇപ്പോ നമുക്ക് ഇന്ന് കുട്ടിയാണ് ദിൽസ നമ്പ്യാരാണ് ഇന്ന് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം വൈഷ്ണവി ആർ, ആ കുട്ടി രാമസന്ധ്യാനാമവും അവതരിപ്പിക്കും. 2 കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം ദിൽസ നമ്പ്യാരെ ക്ഷണിക്കും. എല്ലാവർക്കും സൈറാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യം കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ. ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ച് വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇഷ്ടദേവതാ വന്ദനം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നേ മുട നാവിനേ യഥാ കാനനെ ദിഗംബരൻ. വാരിജോദ്ഭവ മുഖ വാരിജാവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. പാരാതി സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം.
വിഷ്ണുജോദ്ഭവസുതാനന്ദപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറാനൂറാം രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുരു. വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോദ്ഭവനാദിയാക്കിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജാശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണാരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ചയം മമ. ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മോഹം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതം കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നു. വേദാന്ത വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹതിപതി തദനുസ്വാഹാപതി വരദൻ പിതൃപതി നിരതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സതാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേ വാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. രാമായണ മാഹാത്മ്യം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മാമുനി പ്രവരനായി വന്നതു കണ്ടുധാതാം. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിടിനാൾ. വാണിടുക വണ്ണമെൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാക്കുന്നു താനുമതിനെന്താവതിപ്പോൾ.
ഇപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കുമസന്ദിഗ്ധ നിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രി ചാരികാളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനെ സിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര. സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിൻ തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നു കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിൻ തിരുവടി എന്നോടരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ.
ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞ ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികൈലാഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ. പുരുഷോത്തമൻ ദേവനനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗദുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയനാദ്യനജനവ്യയനാത്മാ രാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷ സാധനം ചൊൽവാൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി. ദേവകണ്ഠകനായ പങ്ക്തികണ്ഠകനെ കൊന്നു ദേവിയോ മനോജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു. നിർമ്മലമണിസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്ത്യാം വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ. നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും
തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വമിവൻ അറിയിക്കേണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ഈ രാമായണ മാസത്തിൽ ഈ പാരായണം ചെയ്യാൻ അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ പാരായണം ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സൈറാം. സൈറാം മോളെ, നന്നായിരുന്നു കേട്ടോ. വൈഷ്ണവി, രാമസന്ധ്യാനാമം. നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. മ്യൂട്ടായി. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവാ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിദേ ജയാ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം. നിഞ്ചരീതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ ഗോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോദിടും ഇതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായവതരിച്ച മാധവ വക്ഷസാംഗീതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരാമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലെ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട് രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങളു നടയങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നവോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം.
ദുഷ്ടരാം നിശാചരാവതം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹിമ. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനീർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹിമ. വിദേഹരാജ്യമുൽപുകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹിമ. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ച് തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹിമ. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹിമ. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹിമ. ഭക്തനാം ജടായുവിന്നു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹിമ. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമ. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനോട് തീർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തുടങ്ങറിഞ്ഞ രാമ രാമ പാഹിമ. ലങ്ക ചുട്ട് ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമ. വൽച്ചിറ തൊടുത്തു പിന്നെ വാച്യമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമ. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ വനിച്ച രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായി ലക്ഷ്മണഗ്രജാ വിഭൂ മുകുന്ദ രാമ പാഹിമ. ദുഷ്ടനാം ദശാനനന്റെ കണ്ടവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട് രാമ രാമ പാഹിമ. രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു കർഷണേ വരുത്തി വച്ച രാമ രാമ പാഹിമ. വന്യമണ്ഡലേരുന്ന സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പൊക്കിരുന്ന രാമ രാമ പാഹിമ. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമ. രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമ. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. ഈ രാമായണ മാസത്തിൽ എനിക്ക് രാമനാമം ചൊല്ലാൻ അവസരം തന്ന എന്റെ ഗുരുനാഥനായ പരമേശ്വരൻ സാറിനോടും സ്വാമിയമരത്തെ മറ്റെല്ലാ ഗുരുക്കളോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ കുഞ്ഞിന്. ഇനി രണ്ടു കുട്ടികൾക്കുമുള്ള അനുഗ്രഹ വാക്കുകൾ കേൾക്കാനായിട്ട് എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. വലിയവർക്കൊക്കെ അനുഗ്രഹ വാക്കുകൾ പറയാം. സായിരാം. സാറേ സോമന. കുഞ്ഞുങ്ങള് ഗംഭീരായി, ഡിറ്റ്സിങ് ഗംഭീരായി, വൈഷ്ണവി നല്ല തീവ്രമായി പോയി. ഇനി മറ്റുള്ളവരൊക്കെ പറയട്ടെ, നമ്മൾ നമ്മുടെ കുട്ടികളെ പറ്റി എന്ത് പറയാനാ.
നന്നായിരുന്നു രണ്ടുപേരും കേട്ടോ. സായിരാം സായിരാം. സാർ സുബ്രഹ്മണ്യമാണ്. ഹലോ, സുബ്രഹ്മണ്യ സാറാണ്. പറയൂ ഹലോ. പറയൂ പറയൂ സാറേ. ഏതായാലും രണ്ടുപേരുടെയും വളരെ നല്ല ഒരു പ്രകടനം തന്നെയായിരുന്നു. നന്നായിട്ട് വായിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അക്ഷരശുദ്ധി കുറച്ചുകൂടെയൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് മെച്ചപ്പെടാം. ഏതായാലും വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. എങ്കിൽ തന്നെ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടും സ്ഫുടമായിട്ടും പതുക്കെ വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ അതില് അവരൊരു ഉത്കണ്ഠ അത് എല്ലാവർക്കും ഒരു വലിയ പാഠവും വലിയൊരു അനുഗ്രഹവുമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്തേ സർ. നമസ്കാരം. ദിൽസ ആൻഡ് വൈഷ്ണവി രണ്ട് മക്കളും നന്നായിട്ട് ചെയ്തു കേട്ടോ. ഇത് സത്യം പറഞ്ഞ ഇതൊരു പരമേശ്വരൻ സാറിനെ വെച്ച് നോക്കുമ്പോ സാറിനൊരു യജ്ഞമാണ് ഇത്, അല്ലേ സാറേ? കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാഗ്യമാണ്. അതെ അതെ, അത് സാറിന്റെ നിയോഗമാണ്. ശരിക്കും പറഞ്ഞ അത് നിയോഗമാണ്. അത് ശ്രീരാമസ്വാമി അനുഗ്രഹിച്ച് തന്നൊരു സൗഭാഗ്യമാണ്. രണ്ട് മക്കളും നന്നായിട്ട് കേട്ടോ. മോള് ദിൽസ നന്നായിട്ട് ചൊല്ലി, വൈഷ്ണവി അതുപോലെ. ഇനി 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 ഇതുപോലെ വായിച്ച് പഠിച്ച് പാടി നമ്പൂരി സാറ് പറഞ്ഞ പോലെ, അത് സാറിപ്പോ പറഞ്ഞില്ലേ സാറിന് ഓൾമോസ്റ്റ് ഹൃദിസ്ഥമാണെന്ന്. ആ ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ എത്ര പുണ്യം ചെയ്യണം അല്ലേ? അതുപോലെ രാമായണം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഹരേ കൃഷ്ണ. നമസ്കാരം. സായിറാം. സായിരാം. വളരെ നന്നായിരുന്നു. മക്കൾ പ്രത്യേകമൊന്നും പറയണ്ട. നമ്മുടെ പിള്ളേരല്ലേ, വളരെ നന്നായിട്ട് ചെല്ലുന്നുണ്ട് രണ്ടുപേരും. വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും നല്ലൊരു സംരംഭമാണ് ഇതും. എല്ലാ വർഷത്തെ പോലെ നല്ലൊരു സംരംഭം തന്നെയാണ് ഇതും. കുട്ടികളെല്ലാം നല്ലോണം പഠിച്ച് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിനോട്. നമസ്കാരം സാർ. എല്ലാ കുട്ടികൾക്കും. വൈഷ്ണവിയും രണ്ടുപേരും, ദിൽസയും വൈഷ്ണവിയും രണ്ടുപേരും നല്ല പോലെ പാരായണം ചെയ്യുകയും ചെയ്തു. രണ്ടുപേരുടെയും മറ്റേ മോളുടെ സ്തോത്രവും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം സാർ. സാർ, നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ഈ കുട്ടികൾ കൂടാതെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ ഇത്രയും ദിവസം നമ്മുടെ കർക്കിടക മാസം മുഴുവനും ഓരോ അധ്യായങ്ങൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന അത്രയും ജപിച്ച അവരും ഇതുപോലെ പെർഫോം ചെയ്യണമെന്ന് സാർ വിനീതമായ കുട്ടികളോട് അഭ്യർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് ചെല്ലുന്നത് കേട്ടുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനും പറ്റും. എല്ലാ കുട്ടികൾക്കും ആ പുസ്തകത്തിൽ നോക്കി, നമ്മുടെ രാമായണത്തിൽ നോക്കി തന്നെ ആ പുസ്തകവുമായിട്ടൊരു ബന്ധവും വരും. കുട്ടികൾക്കത് നന്നായിട്ട് വായിക്കാനുള്ള ഒരു അടുത്ത വർഷത്തേക്കാവുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വായനയിൽ പങ്കെടുക്കും. അപ്പോൾ സാർ എല്ലാ കുട്ടികളെയും സാറിന്റെ എല്ലാ ദിവസവും ഉണ്ട്. 31 ദിവസവും കുട്ടികൾ വായിക്കുന്നുണ്ട്. സാറിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരി സാർ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുങ്ങളെ ഞാനിന്ന് സമയം ഒപ്പിച്ച് കയറിയതാണ്. എത്ര ദിവസം കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇന്നത്തെ ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങൾ നന്നായിട്ട് വായിച്ചു. രണ്ട് കുഞ്ഞുങ്ങൾക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അവിടെ ഇരിക്കുന്ന രാമസ്വാമിയും ആഞ്ജനേയ സ്വാമി അനുഗ്രഹിക്കട്ടെ. ടീച്ചർ എവിടുന്നാ കയറിയെന്ന് പറയൂ കുട്ടികൾ അറിയട്ടെ. കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ യൂറോപ്പിലാണ്, സ്വീഡനിലാണ്. രാമായണ യൂറോപ്പ് വരെ എത്തി. ഞാൻ അത് കുഞ്ഞുങ്ങളുടെ കിട്ടുന്ന ദിവസം പറ്റുന്ന ദിവസം വായിക്കാം. ഇന്നിപ്പോ കുഞ്ഞുങ്ങൾ ഉറങ്ങുക. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളുടെ വായന കേൾക്കാനായിട്ട് കയറിയതാ. രണ്ടുപേരും നന്നായി വായിച്ചു. പരമേശ്വരൻ സാറിന് എപ്പോഴും ഗുരുവന്ദനം. സാറിനെ പോലെ ആരും ഇത്രയും ഡെഡിക്കേഷനായിട്ട് ഇനിയും പറയണ്ട. ഭാഗവതം നിങ്ങളെല്ലാം മഹാത്മ്യനായി. ഇനിയിപ്പൊ അടുത്തത് വരും. ഞങ്ങളൊക്കെ കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്.
ഈ വർഷം രാമായണമായി. അപ്പൊ നന്നായി പാരായണം ചെയ്തു മോളെ. ഇത്ര ഫ്ലുവന്റ് ആയിട്ട് ചിലപ്പോ വലിയവർക്ക് കൂടെ പാരായണം ചെയ്യാൻ അറിയില്ല, എവിടെയാ പിരിക്കേണ്ടതെന്നൊക്കെ. മലയാളം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നല്ല ബുദ്ധിമുട്ടാണ് ചിലയിടത്തൊക്കെ വായിക്കാന്. നന്നായി വായിച്ചു. രണ്ടുപേർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സാറിന് വീണ്ടും വീണ്ടും നമസ്കാരം. ഹരേ കൃഷ്ണ. സായിറാം സാർ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് ഒരു രാമായണ മാസം ഒന്നും കൂടെ നമ്മൾ ഇതിൽ കൂടെ ഒന്ന് മൊത്തം സഞ്ചരിക്കാനുള്ള ഒരു അവസരം തന്ന സാറിന് ആദ്യം പ്രത്യേക ഒരു നമസ്കാരം. പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് ചൊല്ലി, ദിൽസയും വൈഷ്ണവിയും നന്നായിട്ട് ചൊല്ലി. അതുകൊണ്ട് എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. നമസ്തേ. സാറേ മധുചേട്ടൻ ചേട്ടൻ അവിടെ പോയി? ഞാൻ ഉണ്ട്. ആ ചേട്ടൻ വെയിറ്റ് ചെയ്യാം. ഞാനിത് എല്ലാം കേട്ടിട്ട് ഇത് കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്നുവെച്ചാൽ രാമശബ്ദം തന്നെ മനുഷ്യന് മുക്തിക്കുള്ള മാർഗമാണ്, ഏറ്റവും വലിയ മാർഗമാണ്. ഒരു കാട്ടാളനായ ആ വനവാസിയെ വാൽമീകി മഹർഷിയുടെ ശ്രേഷ്ഠമായ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനായിട്ട് ആ രാമശബ്ദത്തിന് കഴിഞ്ഞു. ഈ വത്സയും ദിൽസയും വൈഷ്ണവിയൊക്കെ ആ രാമനാമമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആജീവനാന്തം ഈ രാമായണത്തിലെ ഒരു വരിയെങ്കിലും വായിച്ചിരിക്കണം ദിവസവും. അതിന് നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടത്, സഹോദര സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, രാജ്യഭരണം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അച്ഛനമ്മമാരെയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതെല്ലാം രാമായണത്തിലെ ഓരോ വരികളിലും വാൽമീകി മഹർഷി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് അനുസരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അതിന് പരമേശ്വരൻ സാറ് നിങ്ങളെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്, നിങ്ങളെ ഇത് പഠിപ്പിക്കാനായിട്ട് എത്രമാത്രം ശ്രമം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ്. ഒരു തപശ്ചര്യ പോലെ, ഭഗവാന്റെ നിയോഗം പോലെയാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ ഇങ്ങനെ രാമായണം പഠിപ്പിക്കാനായിട്ട് നിയോഗമായിട്ടാണ് എടുത്തത്. ആ കാര്യവും നിങ്ങൾ മറക്കരുത്. ഗുരുവിനെയും അച്ഛനമ്മമാരെയും എല്ലാം ഭക്തിയോടുകൂടി അവർ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ, ഓർമ്മിക്കാനുള്ളൂ. സായിറാം ചേട്ടാ. സായിറാം. നമുക്ക് നാളത്തെ പ്രോഗ്രാം, നാളെ മൈഥിലിയാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ചെയ്യുന്ന ഭാഗം പുത്രലാഭ ആലോചന, ശ്രീരാമ അവതാരം, നാമകരണം കുട്ടികളുടെ എല്ലാവരുടെയും, വിശ്വാമിത്ര ആഗമനം, കൗസല്യസ്തുതി, ഇത്രയും ഭാഗങ്ങളാണ് നാളെ മൈഥിലി വായിക്കുന്നത്. അപ്പൊ ചില ദിവസങ്ങളിൽ സ്വല്പം കൂടുതൽ ഭാഗം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ കുട്ടികളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ചിലപ്പോൾ കുറച്ചേ കാണുള്ളൂ. എന്തായാലും എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി വെച്ചിരിക്കുന്നത്. അപ്പോ അവരാലാകുന്ന രീതിയിൽ അവര് നന്നായിട്ട് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ മലയാള ഭാഷ ഇപ്പോഴത്തെ സ്കൂളിൽ കൂടുതൽ കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാത്തത് കാരണം അവർക്ക് അതിനായിട്ടുള്ളൊരു ഇണക്കം കുറവാണ്. എന്നാലും ഇത്രയും കുട്ടികൾ താല്പര്യം കാണിച്ചു, അവരൊത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അത് ശരിയായി എടുക്കാനായിട്ട്. അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹം. മധുചേട്ടൻ പറഞ്ഞ പോലെ ആ നാമം എത്ര പ്രാവശ്യം അവർ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും രാമനാമം അവരുടെ വായിൽ കൂടെ വരും. അത് ആ ഗൃഹത്തിനും ആ അച്ഛനും അമ്മയ്ക്കും ആ ദേശത്തിന് പോലും സർവ്വവിധത്തിലുള്ള ഐശ്വര്യം പ്രദാനം ചെയ്യും, സർവ്വവിധത്തിലുള്ള സംരക്ഷണവും കൊടുക്കും, സംശയമില്ലാത്ത കാര്യം. അപ്പോ അതിന് ഇനിയും നമുക്ക് ധാരാളം ദിവസങ്ങൾ ഇതേപോലെ എല്ലാവരും വന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ മനസ്സിൽ എന്നും രാമായണം ആ ധർമ്മചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക.
രാമായണം എന്നും വായിക്കാനുള്ള ഒരു തോന്നലും അവരിൽ ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും 8:30 തന്നെ കാണാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. നാളെ വീണ്ടും എല്ലാവരും നേരത്തെ തന്നെ വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. കുട്ടികളും എല്ലാവരും കയറണം. എല്ലാ വീട്ടിലും ഈ അരമണിക്കൂർ സമയം രാമായണം ആ ശബ്ദമുഖരിതമാകണം. വീട് രാമായണം കൊണ്ട് മുഖരിതമാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും ഓൺ ചെയ്യണം. വീട്ടിൽ സ്വല്പം തിരക്കുണ്ടെങ്കിലും ഇത് ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ ചിലർക്ക് ചില തിരക്കുകൾ കാണാം, വൈകുന്നേരം ലേറ്റ് ആയിട്ട് വരുന്നവരൊക്കെ കാണും. അപ്പോ തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് വെക്കുക. മുമ്പിലിരിക്കാൻ പറ്റിയില്ലെങ്കിലും അത്രയെങ്കിലും ചെയ്യണം എന്നുള്ളത് വളരെ ഞങ്ങളുടെ എല്ലാവരുടെ ആർഷവിദ്യാപീഠത്തിലെ ഗുരുക്കന്മാരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇതെല്ലാ വീട്ടിലും നല്ല രീതിയിൽ ഇത് എത്തണം. നിങ്ങൾക്ക് പരിചയമുള്ളവരോട് പറയുക, എല്ലാവരോടും പറയുക. പിന്നെ കുട്ടികൾ വായിക്കുന്നത്, നമ്മൾ ഈ സ്ഥലങ്ങൾ വായിക്കുന്ന ഭാഗങ്ങൾ പറയുന്നത് കൂടെ ഇരുന്നൊന്ന് നോക്കാനും കൂടെ സൗകര്യത്തിന്. എന്താ വെച്ചാൽ അരമണിക്കൂർ സമയം ആ രാമായണം വീട്ടിൽ വായനയും കൂടെ ആകും. നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിച്ചാൽ, പുസ്തകം എടുത്ത് വെച്ചിരുന്നാൽ ആ ഭാഗങ്ങൾ കുട്ടികളുടെ കൂടെ നമുക്ക് വായിച്ചു പോകാം. കുഞ്ഞുങ്ങളല്ലേ വായിക്കുന്നത്, വലിയ സ്പീഡൊന്നുമില്ല, പതുക്കെ വായിക്കുള്ളവര്. അപ്പൊ നമുക്ക് അത് കൂടെ വായിക്കാനും പറ്റും. അങ്ങനെ ഒരു സംവിധാനവും കൂടെ ഇത് ചെയ്യുമ്പോൾ ഉണ്ട്. അതും എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും കാണാം. സായിരാം. സായിരാം.